ഈ സ്ഥാനാർത്ഥി പട്ടിക മുഴുവൻ ആദ്യം പ്രഖ്യാപിക്കുന്നതൊക്കെ ഒരു പ്രത്യേകതയുണ്ടോ? അതില്ല. നമ്മൾ കണ്ടതെന്ന് വെച്ചാൽ സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ കേരളത്തിൻ്റെ ഒരു സ്ഥാനാർത്ഥി പട്ടിക, ഇപ്പം CPM ഒരു സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടാവും. അതിൽ ഞങ്ങൾ എത്ര തിരഞ്ഞെടുപ്പ് വന്നു അപ്പം തന്നെ നമ്മൾ പ്രഖ്യാപിക്കുകയും ചെയ്തു, പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നെ CPI അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോൺഗ്രസ് ഒക്കെ ഗഡുഗഡുക്കളായിട്ട് പ്രഖ്യാപിച്ചു അല്ലേ? അങ്ങനെ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടല്ലേ വന്നത്? ഇൻസ്റ്റാൾമെൻറ്റ് വ്യവസ്ഥയിലാണ് സ്ഥാനാർത്ഥി പട്ടിക കോൺഗ്രസ് പ്രഖ്യാപിച്ചത്. നമുക്ക് ഇൻസ്റ്റാൾമെൻ്റ് ഒന്നുമില്ല. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചോളണം, ആദ്യം 140 കൊണ്ട് പ്രഖ്യാപിച്ചിട്ട് അതിനെന്തെങ്കിലും അവാർഡ് കിട്ടിച്ചിട്ടല്ല. നമ്മളെപ്പോഴും നോക്കേണ്ടത് തെരഞ്ഞെടുപ്പ് വിജയത്തിന് ആവശ്യമായ ചില കാര്യങ്ങൾ സൂക്ഷിച്ചു വെക്കേണ്ടതുണ്ട്. അത് സ്വാഭാവികമല്ലേ, തെരഞ്ഞെടുപ്പല്ലേ. തെരഞ്ഞെടുപ്പിൽ നമ്മൾ എല്ലാ സാധ്യതകളെയും ഉപയോഗപ്പെടുത്തണം. അപ്പോൾ ആ സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രാഷ്ട്രീയ പാർട്ടിക്കൊപ്പം തന്നെ വ്യക്തികളെ കൂടി ഉൾക്കൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ്. സമൂഹത്തിലെ നല്ല മനുഷ്യരെ ഉൾക്കൊള്ളണം, അവരുടെ രാഷ്ട്രീയം ഉൾക്കൊള്ളണം. എല്ലാവരും രാഷ്ട്രീയക്കാരാണോ? എല്ലാവരും അല്ലല്ലോ. രാഷ്ട്രീയക്കാരായിട്ട് കുറേ ആളുണ്ട്, രാഷ്ട്രീയക്കാരല്ലാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഈ പട്ടികയിൽ നമ്മുടെ സജീവ രാഷ്ട്രീയക്കാരല്ലാത്ത ആളുകളെ കൂടി നമ്മൾ ഉൾക്കൊള്ളിക്കേണ്ടത് എല്ലാ കാലത്തും നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നമുക്ക് നമ്മുടെ പട്ടികയിൽ ഉൾക്കൊള്ളിപ്പിക്കുക എന്നത് അതിപ്രധാനമാണ്. അപ്പോൾ ഞങ്ങൾ ആ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്കുള്ള ഒരു സ്പേസ് അത് നമുക്ക് പാർട്ടി ഓഫീസിൽ ഇരുന്ന് ആദ്യം തന്നെ അഡ്വാൻസ് തീരുമാനിക്കാൻ പറ്റില്ല. ആകെയുള്ള കാര്യങ്ങൾ ആകെ നോക്കി സ്വതന്ത്രമായിട്ട് ആശയവിനിമയം നടത്തി നിങ്ങളും കൂടി ഈ പ്രവർത്തനത്തിൽ ഞങ്ങളുമായി സഹകരിക്കണം എന്ന് പറയണം. അങ്ങനെ പറയുമ്പോൾ കുറച്ച് സ്വതന്ത്രന്മാരും നമ്മളെ ഒട്ടിയിൽ വരും. അത് ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ സ്വതന്ത്രന്മാരെ പലരെയും നമ്മളിവിടെ തിരഞ്ഞെടുക്കാറുണ്ട്. അവരും കൂടി ഉൾക്കൊള്ളുന്നതാണ് കേരളീയ സമൂഹം. ആ നിലയിലാണ് ഞങ്ങൾ ഈ പട്ടികയിലെ ഏതാനും സീറ്റുകൾ സ്വതന്ത്രന്മാർക്ക് വേണ്ടി മാറ്റിവെച്ചു. അപ്പോൾ ആ സ്വതന്ത്രന്മാരുടെ പട്ടിക ഞങ്ങൾ ഇപ്പോൾ പിന്നെ അവസാനം 4 സീറ്റ് സ്വതന്ത്രന്മാർ ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചാണ്. അപ്പോൾ ഏറ്റവും ആപ്റ്റായ ഇൻഡിപെൻഡൻറ്റ് കാൻഡിഡേറ്റ് ഉള്ളത് വളരെ പ്രധാനമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പൊതുപട്ടിക തയ്യാറാക്കിയത്. ഇപ്പോൾ 140 മണ്ഡലങ്ങളിലും നമ്മൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ്. ആ സന്ദർഭത്തിലാണിപ്പോൾ മുസ്ലിം ലീഗിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ് ലീഗിൻ്റെ നയങ്ങളിൽ അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തി നോമിനേഷൻ കൊടുത്തത് ഈ മങ്കട നിയോജകമണ്ഡലത്തിലാണ്. അദ്ദേഹം അവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു, ലീഗിൻ്റെ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡൻറ്റുമായിരുന്നു, മങ്കട നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിരുന്നു. ഇപ്പോൾ പ്രസിഡൻ്റായിരിക്കെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതിൻ്റെ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് അദ്ദേഹത്തെ ആ പ്രസിഡന്റ് സ്ഥാനത്ത് നീക്കിയ ഒരു അതിബുദ്ധി ലീഗിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. അതൊരു പിന്നെ ബുദ്ധി കുറച്ച് അധികം ഉള്ളവരുടെ പരിപാടി. ഏതായാലും മണിക്കൂർ മുമ്പ് അദ്ദേഹത്തെ അങ്ങ് മാറ്റി. അദ്ദേഹം പിന്നെ നോമിനേഷൻ കൊടുക്കാൻ പോകുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ അവരുടെ രീതി എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല, അവർ ചെയ്തു. ഏതായാലും അദ്ദേഹം ഇപ്പോൾ സ്വതന്ത്രനായിട്ട് മത്സരിക്കുകയാണ്. അത് ലീഗിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിലുള്ള ഒട്ടേറെ അതൃപ്തി പല തലത്തിലും ലീഗിൽ പല നിയോജകമണ്ഡലങ്ങളിലും ഉണ്ടാവുകയുണ്ടായി. ഇപ്പോൾ ഇതുപോലെ നിയോജകമണ്ഡലത്തിൽ മാത്രമല്ല പല നിയോജകമണ്ഡലങ്ങളിലും ലീഗ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളെ കുറിച്ച് നല്ല അസംതൃപ്തി. ഞാനതിൻ്റെ പിന്നെ ഇപ്പോൾ ഒരു പാർട്ടി പല അവരുടെ ഘടകങ്ങൾ വെച്ച് സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചാണ്. ഇപ്പം അതിന് ഓരോന്നെടുത്തിട്ട് പിന്നെ പറഞ്ഞിട്ട് അവരെ വിഷമിപ്പിക്കേണ്ട. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോയിട്ടില്ല. ഇപ്പം നമ്മൾ നോക്കിയപ്പോൾ ഈ അസംതൃപ്തി പല സ്ഥലത്തും ഉണ്ട് എന്ന് നമ്മൾ കാണുന്നുണ്ടായി. പൊതുവെ മാധ്യമ പ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് നിങ്ങളതൊക്കെ റിപ്പോർട്ട് ചെയ്തെന്നാണ് ഞാനൊക്കെ മനസ്സിലാക്കിയത്. ഞാൻ അതൊന്നും അത്ര മനസ്സിലാക്കിയിട്ടില്ല. നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലായി. അവിടെ പിന്നെ പല അസംതൃപ്തിയും ലീഗിലുണ്ട്. അത് സത്യമാണ് എന്ന് മനസ്സിലായത് ഈ ലീഗിൻ്റെ മങ്കട നിയോജകമണ്ഡലം പ്രസിഡന്റ് ഇപ്പോൾ നോമിനേഷൻ കൊടുത്തപ്പോഴാണ്. അദ്ദേഹം സ്വതന്ത്രനായിട്ടാണ് നോമിനേഷൻ കൊടുത്തത്. അദ്ദേഹം ഒരു പൊതു പിന്തുണ അഭ്യർത്ഥിക്കുകയുണ്ടായി. അദ്ദേഹം ഒരു പൊതു പിന്തുണ നമ്മളുടെയൊക്കെ പിന്തുണ കിട്ടുമോ എന്നുള്ള നിലയ്ക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൂടെ ഒരു പൊതു പിന്തുണ കിട്ടുമോ എന്ന് അദ്ദേഹം അഭ്യർത്ഥിക്കേണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളത് പരിശോധിച്ചു. ആ പരിശോധനയിൽ മങ്കട നിയോജകമണ്ഡലത്തിലെ CPIM സ്ഥാനാർത്ഥിയായിട്ട് നമ്മൾ നിശ്ചയിച്ചിരുന്ന സഖാവ് MP അലവിയുടെ പേരാണ് നമ്മൾ നിശ്ചയിച്ചിരുന്നത്. അത് മാറ്റി നമ്മൾ ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകാൻ ഇപ്പോൾ LDF തീരുമാനിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി CPM നേതാവ് കൂടിയായ G. സുധാകരൻ പാർട്ടിയിൽ നിന്ന് പോയതിനെതിരായിട്ട് വാക്ക് ഉപയോഗിച്ചത് 2 ദിവസമായിട്ട് വലിയ ചർച്ചകൾക്ക് രാഷ്ട്രീയ ചരിത്രം എന്നുള്ളൊരു വാക്ക്. അപ്പൊ അത്തരം വാക്ക് ഒരു ഇടതുപക്ഷ നേതാവിൽ നിന്ന് വരാൻ പാടുണ്ട്.
ഈ CPIM നേതാവല്ല ജി സുധാകരൻ, മുൻ നേതാവ് അല്ലേ, അല്ല ഉദ്ദേശിച്ച്. അപ്പോൾ പിന്നെ ഇത് വാക്കുകളുടെ പ്രയോഗം എന്നല്ല, വാക്കുകൾക്ക് ഏത് വാക്കിനെയും അതിൻ്റെ പ്രയോഗപരത ഉണ്ട്. ചില സന്ദർഭത്തിലാണ് എൻ്റെ പ്രയോഗപരത. അപ്പം അശ്ലീലം, ഏതാണ് അശ്ലീലം? അശ്ലീലം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ചിലത് അശ്ലീലമാണെന്ന് തോന്നുന്നുണ്ടാവും, എന്നാൽ അത് എല്ലാ തരത്തിലും അശ്ലീലമാണില്ല. അങ്ങനെയാണ് അശ്ലീലം എന്ന വാക്കിനെ കുറിച്ച് നിങ്ങളൊന്ന് അന്വേഷിച്ചു. അശ്ലീലം എന്ന വാക്ക് അതിൻ്റെ ഉപയോഗക്ഷമതയിലാണ് അത് ശ്ലീലവും അശ്ലീലവും തമ്മിലുള്ള അതിർവരം രൂപപ്പെടുന്നത്. മനസ്സിലായോ? ഒരു സംഗതിയെ എങ്ങനെ പ്രയോഗിക്കുന്നുള്ളതാണ്, അല്ലെങ്കിൽ അത് അശ്ലീലാവില്ല. മനസ്സിലായെങ്കിൽ ന്യൂഡായ ഒരു കുട്ടിയെ കാണുമ്പോൾ അശ്ലീലം ഉണ്ടാവോ? ഒരു വലിയ ശില്പി ഒരു ന്യൂഡായ ശില്പം വരച്ചു വെച്ചാൽ അശ്ലീലം ഉണ്ടാവില്ല. അപ്പോൾ അശ്ലീലം എങ്ങനെ വീക്ഷിക്കുന്നു എന്നതിനാണ് എന്തുണ്ടാവുന്നത്? അശ്ലീലം ഉണ്ടാകുന്നത്. അതാണ് വീക്ഷണത്വം. അപ്പോൾ പിന്നെ ഇവിടെയും അങ്ങനെയാണ്. വാക്കിൻ്റെ പ്രയോഗം എന്നത് ഒറ്റപ്പെടുത്തി എടുത്തിട്ട് പറയുന്നതാണ് നിങ്ങളുടേത്. വാക്കിൻ്റെ പ്രയോഗത്തിൻ്റെ ചാരുത ആ സന്ദർഭവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് ആ സന്ദർഭവുമായി ബന്ധപ്പെടുത്തിയാൽ ചാരുതയുള്ളൊരു വാക്ക് പ്രയോഗമാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നടത്തിയത്. ദോഷൈക ദൃക്കുകൾക്ക് അവരുടെ ദൃഷ്ടിക്കനുസരിച്ചാണ് അതിനെ വ്യാഖ്യാനിക്കാൻ കഴിയുക. ആ വ്യാഖ്യാനം കേരളത്തിലെ ചില മാധ്യമങ്ങൾ നടത്തുന്നുണ്ടായി. അതിന് ആ നിലയിൽ കണ്ടാൽ മതി. നമ്മൾ കണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്ന ഒരു ബൂർഷ്വാ സമൂഹത്തിലാണ്. പാർട്ടി പ്രവർത്തിക്കുന്ന സമൂഹമുണ്ട്, അത് ബൂർഷ്വാ സമൂഹമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ ആഗോളവൽക്കരണത്തിൻ്റെ കാലമാണ്. ആഗോളവൽക്കരണത്തിൻ്റെ കാലത്ത് സ്വാഭാവികമായിട്ടും ആഗോളവൽക്കരണ മൂല്യബോധവും നമ്മളെ സമൂഹത്തിലേക്ക് ഇറക്കുമതി ചെയ്യപ്പെടും. ഇപ്പോൾ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലത്തുള്ള മൂല്യബോധമല്ല സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലുണ്ടായത്. തീവ്ര വർഗീയവൽക്കരണം നടക്കുന്ന സമകാല മൂല്യബോധത്തിൽ വ്യത്യാസമുണ്ട്. ആഗോളവൽക്കരണ കാലത്തിന് സ്വാഭാവികമായിട്ടും ആഗോളവൽക്കരണത്തിൻ്റെ മൂല്യബോധവും സംസ്കാരവും നമ്മുടെ സമൂഹത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടും. ആ സമൂഹത്തിലാണ് കമ്മ്യൂണിസ്റ്റുകാരും ജീവിക്കുന്നത്. അപ്പോൾ അതിനെതിരായുള്ള ജാഗ്രത എല്ലായ്പ്പോഴും പുലർത്തുന്ന ഒരു പാർട്ടിയാണ് CPIM. മറ്റു പാർട്ടിയിൽ നിന്ന് വ്യത്യസ്തമായി ഞങ്ങൾ എല്ലായ്പ്പോഴും ശ്രമിക്കുന്നത് ഈ തെറ്റായ പ്രവണതകൾ, ശീലങ്ങൾ പാർട്ടിയിലേക്ക് കടന്നു വരാതിരിക്കാനുള്ള ജാഗ്രത പുലർത്തുന്ന ഒരു പാർട്ടിയാണ് CPIM. നിരന്തരമായ ശ്രദ്ധ കാര്യത്തിൽ ഞങ്ങൾ പുലർത്താറുണ്ട്. പാർട്ടി സമ്മേളനങ്ങളിൽ, ദൈനംദിന പാർട്ടി പ്രവർത്തനത്തിൽ ഈ ആപത്തിനെ കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകി നമ്മുടെ സഖാക്കൾ ആ വഴിയിലേക്ക് പോകാതിരിക്കാൻ ഉള്ള ജാഗ്രതപ്പെടുത്തലും ഞങ്ങൾ സാധാരണ നടത്താറുണ്ട്. ഇതൊക്കെ നടത്തിയാലും ചിലപ്പോൾ അത്യപൂർവമായിട്ടെങ്കിലും ചില ആളുകൾ ഇത്തരം തെറ്റുകളിൽ ആകൃഷ്ടരാവുകയോ അല്ലെങ്കിൽ അതിൽ വിധേയരാവുകയോ ചെയ്യും. അത് പാർട്ടിയുടെ ചരിത്രത്തിൽ പല ഘട്ടങ്ങളിലായിട്ട് പല വ്യക്തികൾ, ചില പ്രാമാണികരായ നേതാക്കൾ തന്നെ ഈ തെറ്റായ പ്രവണതകൾക്ക് വിധേയമായ അനുഭവം നേരത്തെയും സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അത്തരം പ്രവണതകളുമായി പാർട്ടി സന്ധി ചെയ്തിട്ടില്ല. അങ്ങനെ പുറത്തുപോയ ഒരാളും പൊതുജീവിതത്തിൽ മെച്ചപ്പെട്ട ഒരു പ്രകടനം നടത്തിയതായിട്ട് ചരിത്രാനുഭവമില്ല. രാജേന്ദ്രൻ ഇവരൊക്കെ പണ്ടേ പോയി പാർട്ടിന്ന് ഇവരെ ഒഴിവാക്കിയില്ലേ നമ്മള്? ഇവരൊന്നും ഇപ്പൊ കഴിഞ്ഞ ആഴ്ച പോയതല്ല. ഈ രാജേന്ദ്രന്റെ നമ്മൾ കഴിഞ്ഞ തവണ സീറ്റ് കൊടുത്തില്ല അസംബ്ലിക്ക് സീറ്റ് കൊടുക്കാതിരിക്കുന്നതിന് എന്തെങ്കിലും കാരണം ഉണ്ടാവാം. സീറ്റ് കൊടുത്തില്ല. അദ്ദേഹം അപ്പം തന്നെ സീറ്റ് കിട്ടാത്ത ഉടനെ പോയി കളഞ്ഞത്. സീറ്റ് കിട്ടാതെ പുറത്തു പോയി കുറേ കാലം കഴിഞ്ഞ ഒരാൾ ഏതെങ്കിലും പാർട്ടി ചേർന്നതിന് ഉത്തരം എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റുമോ? അത് പറ്റില്ലല്ലോ. അയാൾ പണ്ട് മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നുകൊണ്ട് ഇപ്പോൾ ഉത്തരം പറയാൻ പറ്റില്ല. അയാൾ നമ്മുടെ പാർട്ടിയിൽ നിന്ന് നേരത്തെ പോയി സീറ്റ് കിട്ടാതെ വന്നപ്പോൾ തെറ്റായ നിലപാട് സ്വീകരിച്ചു. അതിൻ്റെ ഭാഗമായി പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കി. കുറേ കാലമായിട്ട് അദ്ദേഹം പാർട്ടിയിലില്ല.
സജീവ പാർട്ടി രംഗത്തില്ലാത്ത ഒരാൾ പിന്നെ പാർട്ടിയാണെന്ന് പറയാൻ പറ്റും? പാർട്ടിയല്ല. അങ്ങനെ പാർട്ടി അല്ലാതായി മാറിയ ഒരാളെ സംബന്ധിച്ച് അദ്ദേഹം ഏത് പാർട്ടി ചേർന്ന് നമുക്ക് എന്താ പറയാൻ പറ്റുക? അദ്ദേഹം BJP ചേർന്നു, അതായിരിക്കും ഇപ്പോൾ അദ്ദേഹത്തിന് പോയപ്പോൾ താല്പര്യം ഉണ്ടായിട്ടുണ്ടാവുക. കോൺഗ്രസ്സിൽ ചിലപ്പോൾ ചേരാം. ഒരാൾ CPM മാറി CPM വിരുദ്ധരുടെ ചേരിയിലായി, അതിനുശേഷം അയാൾ കോൺഗ്രസ് ചേർന്നാലും അയാൾ BJP ചേർന്നാലും പിന്നെ ആ ചേർന്നതിൻ്റെ ഗുണദോഷം പറയാൻ പറ്റും. അയാൾ കോൺഗ്രസ് ചേർന്ന് നന്നായിരുന്നു, BJP ചേർന്ന് മോശമായി എന്ന് പറയാൻ പറ്റില്ല. ആള് മോശം അങ്ങനെ പറയാൻ പറ്റൂ. ആ നിലയിൽ ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടാവും. അതിനൊന്നും നമ്മളതിന് ഉത്തരം പറയേണ്ട കാര്യമില്ല. അവർക്ക് സംഭവിച്ച മൂല്യച്യുതിയാണത്. അത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെയാണ്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിൽക്കുമ്പോൾ കുറച്ച് പ്രയാസം ഉണ്ടാവും, കുറച്ച് അച്ചടക്കം വേണം, ചില ചുമതലകൾ നിർവഹിക്കണം, പാർട്ടിയുടേതായ ചില നിർദ്ദേശങ്ങൾക്ക് വിധേയമായിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുക. സമൂഹ താല്പര്യത്തിന് വ്യക്തി താല്പര്യത്തെക്കാൾ മുൻകൈ കൊടുത്തുകൊണ്ടും പാർട്ടി അച്ചടക്കത്തിന് വിധേയമായും പ്രവർത്തിക്കേണ്ടതുണ്ട്. ആ പ്രവർത്തനം നടത്താൻ കഴിയാതെ വരുമ്പോൾ ആളുകൾ പാർട്ടിയിൽ നിന്ന് മെമ്പർഷിപ്പ് പുതുക്കാതിരിക്കാം, പിന്നെ അല്ലെങ്കിൽ ചിലപ്പോൾ മാറിപ്പോവാം. അതൊക്കെ സംഭവിക്കും. അത് ധാരാളമായി സംഭവിക്കുന്ന ഒരു കാര്യമില്ല, അത്യപൂർവമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും അങ്ങനെ ചില ഘടകങ്ങൾ രൂപപ്പെട്ട് കാണുന്നുണ്ട്. അത് ഞങ്ങളെ ജാഗ്രതപ്പെടുത്തുന്നുണ്ട്. കാരണം ഞങ്ങളുടെ ഉത്തരവാദിത്വം വർദ്ധിച്ചു. ഇത്തരക്കാരും നമ്മുടെ കൂടെ കുറച്ച് ദിവസം നടന്നല്ലോ. അത് ഞങ്ങളുടെ ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കുന്നുണ്ട്. പാർട്ടിയുടെ പൊതു നയസമീപനങ്ങൾ, പാർട്ടിയുടെ രാഷ്ട്രീയ ഉള്ളടക്കം, പാർട്ടിക്കകത്ത് നമ്മൾ പരിശീലിപ്പിച്ചെടുക്കേണ്ട ഉന്നതമായ ജീവിതചര്യകളും മൂല്യങ്ങളും അതിൽ കുറവ് സംഭവിക്കുന്നുണ്ടോ എന്നുള്ള പരിശോധനയും ജാഗ്രതപ്പെടലും അനിവാര്യമാക്കുന്ന ഒരു സംഭവമാണിത് എന്നുള്ളത് നിസ്തർക്കമാണ്. പാലക്കാട് ഉൾപ്പെടെ 10 നിയമസഭാ മണ്ഡലങ്ങളിൽ CPM BJP ഡീൽ ഉണ്ടെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. അതപ്പം നമ്മുടെ പ്രതിപക്ഷ നേതാവിനോട് നന്ദി പറയുന്നത് 10 ചുരുക്കിയ എന്താ? സതീശന്റെ വാക്കിന് വിലയില്ല എന്ന് ഉറപ്പാക്കുന്ന പ്രയോഗങ്ങളാണ് ഇതൊക്കെ. അദ്ദേഹം ആലോചിക്കണമല്ല. കേരളത്തിലെ ഒരു പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കില്ലേ? പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകൾക്ക് ഒരു വില വേണം. വിലയുള്ള വാക്കുകളെ പറയൂ, മൂല്യമുണ്ട്. ഇത് എന്തെങ്കിലും രാവിലെ വിളിച്ചു പറയാം, എന്തെങ്കിലും രാവിലെ വിളിച്ചു പറയാൻ യൂത്ത് കോൺഗ്രസിൻ്റെയോ KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റിനെ ഏർപ്പാടാക്കിയാൽ പോരെ? പ്രതിപക്ഷ നേതാവിനെ ആ ചുമതല ഏറ്റെടുക്കണം. പാലക്കാട്ട് നമ്മളൊരു സ്ഥാനാർത്ഥി നിർത്തി, നല്ല സ്ഥാനാർത്ഥിയാണ്, അതാ പേടി സതീശന്. സതീശൻ്റെ ബുദ്ധിമുട്ടെന്താ വെച്ചാൽ പാലക്കാട്ടെ ഇടതുപക്ഷം നല്ലൊരു സ്ഥാനാർത്ഥി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ആ സ്ഥാനാർത്ഥി ഒരു മികച്ച സ്ഥാനാർത്ഥിയാണ്, എല്ലാ വിഭാഗത്തിൻ്റെയും പിന്തുണ സമാർജിക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്, ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. പാലക്കാട്ടുകാർക്ക് എല്ലാം നല്ല അഭിപ്രായമാണ് അദ്ദേഹത്തെക്കുറിച്ച്. അപ്പോൾ നല്ല അഭിപ്രായം പാലക്കാട്ടുകാർക്ക് എല്ലാം ഉള്ള ഒരു സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഇങ്ങനെ മോശം പറയാൻ പാടില്ല. പ്രതിപക്ഷ നേതാവ് ഒരാളങ്ങനെ ആക്ഷേപിക്കാൻ പാടില്ല. പ്രതിപക്ഷ നേതാവ് ഇപ്പം ചെയ്യണമെന്താ? ഒരു നല്ല സ്ഥാനാർത്ഥി വന്നിരിക്കുന്നു, ആ സ്ഥാനാർത്ഥിയെ ആക്ഷേപിക്കുക, അതല്ലേ ചെയ്തത്? ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ സ്ഥാനാർത്ഥി നിർത്തിയിട്ടുള്ളത് UDFനെയും BJPനെയും തോൽപ്പിക്കാനാണ്. പാലക്കാട്ട് ഞങ്ങൾ നിർത്തിയ സ്ഥാനാർത്ഥിയും BJPയെയും കോൺഗ്രസിനെയും തോൽപ്പിക്കാൻ പറ്റിയതാവണം എന്നുള്ള നിലയ്ക്ക് നല്ല പരിശോധന നടത്തിയിട്ടാണ് ആ സ്ഥാനാർത്ഥിയെ LDF നിശ്ചയിച്ചത്. നല്ല പരിശോധന നടത്തിയിട്ടുണ്ട്. ആ പരിശോധനയിൽ ലേശം വിഷമം നമ്മുടെ VD സതീശൻ്റെ കൂട്ടുകാർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ പാലക്കാട്ട് ഉണ്ടാകും എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഈ ആക്ഷേപം നയിക്കുന്നത്. നല്ല ഒന്നാം തരം സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാനാ BJPനെയും UDFനെയും തോൽപ്പിക്കാൻ പറ്റിയ ഒരു സ്ഥാനാർത്ഥിയെ ഞങ്ങൾ നിർത്തി. പാർട്ടിയുടെ വോട്ടുണ്ട്, അദ്ദേഹത്തിന് സ്വന്തം നിലയ്ക്കുള്ള വോട്ടും കിട്ടും. പാലക്കാട്ട് ഇത്തവണ LDFൻ്റെ സ്ഥാനാർത്ഥി ജയിക്കുകയും ചെയ്യും. അപ്പോൾ സ്ഥിരമായിട്ട് UDF ജയിച്ചു പോകുന്ന ഒരു സീറ്റ് നഷ്ടപ്പെടാൻ പോവുകയാണ് എന്ന തിരിച്ചറിവിൽ നിന്നാണ്. അത് നഷ്ടപ്പെടാനിടയാക്കിയ സാഹചര്യത്തിൽ ശ്രീ VD സതീശൻ, ഷാഫി പറമ്പിൽ, കോൺഗ്രസ് നേതാക്കന്മാർ ഒരു സ്ഥാനാർത്ഥിയെ ഇതിനു മുമ്പ് പാലക്കാട്ട് നിശ്ചയിച്ചത് നമ്മളാരും മറന്നു പോരുത്. അത് കോൺഗ്രസ്സിന് ഒരു വലിയ അസറ്റാവും എന്നാണ് അവർ പറഞ്ഞിരുന്നത്. കേരളത്തിന് കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ അസറ്റാവും എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥിയെ പിന്നീട് നമ്മൾ എവിടെ കണ്ടതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അത് അധികം ദിവസം ആയിട്ടില്ല. ഒരു ഉപതെരഞ്ഞെടുപ്പിൽ മികച്ച ഒരു അസറ്റിനെ അവിടെ തന്ന സതീശനാണ് ഈ പ്രയോഗം ഇട്ട് ഇറങ്ങിയിരിക്കുന്നത്. സതീശൻ ഒന്ന് നെഞ്ചത്ത് കൈ വെച്ച് ആലോചിക്കുന്നതെല്ലാണ് പറയുന്ന വാക്കുകൾക്ക് വിലയുണ്ടാവണം. ഇങ്ങനെയുള്ള വില കുറഞ്ഞ പ്രയോഗങ്ങളുമായിട്ടൊരു പ്രതിപക്ഷ നേതാവ് പോകാൻ പാടില്ല. കേരള രാഷ്ട്രീയത്തിൽ വില കുറഞ്ഞ വാക്കുകളും വില കുറഞ്ഞ പ്രയോഗങ്ങളും നടത്തുന്ന ഒരാളായിട്ട് ഈ പ്രതിപക്ഷ നേതാവ് മാറി. അതിൻ്റെ ഭാഗമാണിത്. കേരളത്തിൽ വർഗീയതയ്ക്കെതിരായിട്ടുള്ള സന്ധിയില്ല സമരവും കൃത്യതയുള്ള നിലപാടും VD സതീശനല്ല, VD സതീശൻ്റെ പാർട്ടിക്കുമില്ല. എല്ലാ വർഗീയതയുമായി സന്ധിയാണ് അവരുടെ നിലപാട്. എല്ലാ വർഗീയതയും അവസരവാദപരമായി എല്ലാ വർഗീയതയുമായി സന്ധി ഇപ്പോഴും ചെയ്ത് നിൽക്കുക. BJPയുടെ വോട്ട് BJPയുമായി ഡീൽ നടത്താത്ത ഒരാൾ കേരളത്തിലെ KPCC നേതൃത്വത്തിലുണ്ടോ?
KPCC നേതൃത്വത്തിലുണ്ടോ? BJPയുമായി ഡീൽ നടത്താത്ത ഒരു നേതാവ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരാളില്ല. എന്നിട്ടാ ഈ വലിയ പ്രഖ്യാപനമായിട്ട് ധീര പ്രഖ്യാപനമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾക്കറിയാം ഇത്. അത് അനുഭവത്തിലൂടെ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എല്ലായ്പ്പോഴും ഡീല് നടത്തുക എന്നുള്ളതാണ്, സ്ഥിരമായ വർഗീയ കക്ഷികളുമായി ഡീൽ നടത്തുക എന്നുള്ളതാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ സ്ഥിരമായ രാഷ്ട്രീയ പ്രവർത്തന രീതി. അതിൽ നിന്ന് ഒഴിവായ ഒരാളുമില്ല. BJPയായിട്ട് ഡീൽ നടത്താത്ത ഒരൊറ്റ ആളും കേരളത്തിലെ ഇന്നത്തെ കോൺഗ്രസ് നേതൃത്വത്തിലില്ല. തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി എല്ലാ സന്ദർഭത്തിലും അത് നടത്തിയ ആളുകളാണത്. സ്വാനുഭവത്തിൽ നിന്ന് പറയുന്ന ഈ സൂക്തങ്ങൾക്ക് ഒരു വിലയുമില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.